സർവാസ്ത്രമന്ത്രതന്ത്രഭൂതാധികാരിണി സർവശക്തിപ്രധാനേ സർവലോകപാവനി സർവസമ്പത്പ്രദേ സകലലോകഭയപ്രക്ഷാളിനി സകലലോകൈകജനനി സർവാസ്ത്ര മന്ത്ര തന്ത്ര ഭൂത അധികാരിണി. അസ്ത്രം, ആയുധം എന്നതിലുപരി ദിവ്യങ്ങളായ അസ്ത്രങ്ങളെയാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവിധ അസ്ത്രം, മന്ത്രം, തന്ത്രം, ഭൂതം ഇവയ്ക്ക് അധികാരിണിയായിട്ട് ഉള്ളവളെ. ഭൂതം എന്നതിന് ഭവിച്ചത്, ഉണ്ടായത് എന്ന അർത്ഥം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിലുള്ളതെല്ലാം ദേവിയുടെ അധികാര സീമയിൽ പെട്ടതാണ്. സർവശക്തിപ്രധാനെ, എല്ലാ ശക്തികളിലും പ്രധാന ആയവളെ. പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നിരവധി ശക്തികളുടെ പരസ്പര പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമാണ് പ്രപഞ്ചമെന്ന് കാണാം. ചൂട്, വെളിച്ചം, ജലം, അഗ്നി, വായു ഇങ്ങനെയുള്ള പ്രപഞ്ച ശക്തികളുടെ ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇവയെക്കുറിച്ചുള്ള ബോധം ലഭിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. സൗകര്യത്തിന് വേണ്ടി ഇവയെ നാം ദേവതകളായും രക്ഷസുകളായും ഭൂതപ്രേതാദികളായും നാമരൂപങ്ങൾ ആരോപിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലതായി പ്രത്യക്ഷപ്പെടുന്ന ചൈതന്യങ്ങളെല്ലാം പരാശക്തിയുടെ ചൈതന്യ സ്ഫുരണങ്ങൾ മാത്രമായതുകൊണ്ട് ആ ശക്തിയെ സർവശക്തികളിലും പ്രധാനയായി സംബോധന ചെയ്തിരിക്കുന്നു. സകല ലോകപാവനി, എല്ലാ ലോകങ്ങളെയും പാവനമാക്കി തീർക്കുന്നവളെ. അധർമ്മം വർദ്ധിക്കുകയും ദുഷ്ടശക്തികൾ ലോകത്തിന് ആപത്തായി തീരുകയും ചെയ്യുമ്പോൾ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ദേവി സ്വയം അവതരിക്കുകയോ മറ്റു ദേവന്മാരെ അവതാരത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നു. അങ്ങനെ അധർമ്മം നശിപ്പിച്ച് ലോകത്തെ പാവനമാക്കി തീർക്കുന്നവൾ. ലോക ശബ്ദത്തിന് ജനം എന്നും അർത്ഥമുണ്ട്. മനുഷ്യരെ പൊതുവെ കുറിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നു. എല്ലാ മനുഷ്യരെയും പവിത്രീകരിക്കുന്നവൾ. ദേവിയുടെ കാരുണ്യം എല്ലാ മനുഷ്യരിലും ഒരേ തരത്തിൽ തന്നെയാണ് പതിക്കുന്നത്. എല്ലാ ലോകത്തെയും എല്ലാ ജീവികളെയും പാവനമാക്കി തീർക്കുന്നവളെ. സർവസമ്പത്പ്രദേ, എല്ലാ സമ്പത്തുകളെയും പ്രദാനം ചെയ്യുന്നവളെ. ദേവി പ്രദാനം ചെയ്യുന്ന സമ്പത്ത് ധനധാന്യാദികളായ ഭൗതിക സമ്പത്തുകൾ മാത്രമല്ല, ജ്ഞാനം, വൈരാഗ്യം, ഈശ്വര ദർശനം, ഈശ്വര സാരൂപ്യം, സായൂജ്യം തുടങ്ങിയവയും സമ്പത്തുകളിൽ പെടുന്നു. ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നതാണ് സമ്പത്ത്. വിദ്യ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യയും, ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനവും, മോക്ഷകാംക്ഷിക്ക് മോക്ഷവും സമ്പത്താണ്. ഉപാസകൻ ആഗ്രഹിക്കുന്ന സമ്പത്ത് ഏതു വകയായാലും അത് നൽകുന്ന അമ്മയാണ് ദേവി. സകല ലോക ഭയപ്രക്ഷാളിനി, എല്ലാ ലോകങ്ങളുടെയും ഭയത്തെ പ്രക്ഷാളനം ചെയ്യുന്നവൾ. എല്ലാ ലോകരുടെയും ഭയത്തെ പ്രക്ഷാളനം ചെയ്യുന്നവൾ എന്നും ക്ഷാളനം എന്നതിന് കഴുകിക്കളയൽ എന്നാണ് അർത്ഥം. എന്ന് ചേർക്കുമ്പോൾ നിശേഷം കഴുകിക്കളയൽ എന്ന് സിദ്ധിക്കുന്നു. എല്ലാ ലോകരുടെയും ഭയത്തെ നിശേഷമായി നശിപ്പിക്കുന്നവൾ. മനുഷ്യരെ സംബന്ധിച്ച് രോഗം, ദാരിദ്ര്യം, അപമാനം, മൃത്യു എന്നിങ്ങനെ ഭയഹേതുക്കൾ നിരവധിയുണ്ട്. എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും കഴിയുകയില്ല. ദേവിയുടെ കരുണാകടാക്ഷത്തിന് പാത്രമാകുന്ന ഭാഗ്യവാന് ഒരിക്കലും ഒന്നിൽ നിന്നും ഭയം ഉണ്ടാകുന്നുമില്ല. സകല ലോകൈക ജനനി, എല്ലാ ലോകത്തിനും ഏക ജനനിയായിട്ടുള്ളവളെ. എല്ലാ മനുഷ്യർക്കും പ്രാണികൾക്കും അമ്മമാരുണ്ട്. ലോകത്തിന് പക്ഷേ ഒരേ ഒരു അമ്മയേ ഉള്ളൂ. ആ അമ്മ പല അമ്മമാരായി രൂപം കൊണ്ട് പല രൂപത്തിലും സ്വഭാവത്തിലുമുള്ള പ്രജകൾക്ക് ജന്മം നൽകുന്നു. ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ശംഖിനി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡ, മഹാലക്ഷ്മി രൂപേ. ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ശംഖിനി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡ, മഹാലക്ഷ്മി എന്നീ രൂപങ്ങൾ ധരിച്ചവളെ. ഈ ദേവിമാരെ പറ്റി പലയിടത്തും വിവരിച്ചിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ ദേവിമാരെ പറ്റിയുള്ള കഥകൾ നമുക്ക് പഠിക്കാവുന്നതാണ്.